മൂപ്പനാണ് കൂടെ ഉള്ളത്. അപ്പൊ നമുക്ക് വീടിന്റെ മുകളിൽ നമ്മൾ റൂഫൊക്കെ പണിത് കഴിഞ്ഞാൽ പലർക്കും സംശയമാണ് എന്താ ചെയ്യേണ്ടത് പിന്നെ എന്നുള്ളത്. ഒരുപാട് പേര് വൈറ്റ് സിമെന്റും ഒക്കെ കൂടി ടെലിക്കോളൊക്കെ കൂടി കലക്കിയിട്ട് ഒഴിച്ചിട്ട് അടിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ എന്താണ് വെച്ചാൽ നല്ലൊരു പോംവഴി എന്നുള്ളത് നമുക്ക് നൂപ്പലിലൂടെ അത് നമുക്ക് 2-3 ടൈപ്പ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യാം. ഒന്ന് നമുക്ക് നമ്മൾ മദർ സ്ലാബിൽ നേരിട്ട് വാട്ടർ പ്രൂഫിംഗ് ചെയ്തിട്ട് പിന്നീട് പ്ലാസ്റ്റർ ചെയ്യുന്ന രീതി ചെയ്യാം. സിമെന്റേഷ്യസ് മെത്തേഡ് ചെയ്യാം. ഇതുപോലെ ബിറ്റുമിൻ ഷീറ്റ് ചെയ്യാം, APP മെമ്പറൈൻ. അതിൽ നമുക്ക് ഈ ബിറ്റുമിൻ ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മേലെ നമ്മൾ മിനിമം തിക്നെസ്സിൽ സ്ക്രീഡ് ചെയ്യണം. ഒരു 2 ഇഞ്ച് തിക്നെസ്സിൽ സ്ക്രീഡ് ചെയ്യണം. സാധാരണഗതിയിൽ എല്ലാവരും പറയാറുണ്ട് ബിറ്റുമിൻ ഷീറ്റ് വാട്ടർ പ്രൂഫിംഗ് ഫെയിൽ ആണെന്ന് പറയാറുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അറിയാൻ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല വാട്ടർ പ്രൂഫിംഗ് ബിറ്റുമിൻ ഷീറ്റ് ആണ് ലൈഫ് കൂടുതൽ കിട്ടുന്നത്. അറിയാത്ത ആൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു മോശം വാട്ടർ പ്രൂഫിംഗ് വേറെ അല്ല. കാരണം അവരതിന്റെ ലാപ്പും കാരണം കറക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതിലൂടെ വെള്ളം കയറും. പിന്നെ മാത്രമല്ല ഓപ്പൺ ചെയ്താൻ പാടില്ല. ബിറ്റുമിൻ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ ജോയിന്റ് പൊട്ടും. പിന്നെ വേറൊരു പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂട് കൂടും നമ്മുടെ സ്ലാബിന്. അപ്പോൾ ഒന്നില്ലെങ്കിൽ സ്ക്രീഡ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ മേലെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് സ്ക്രീഡ് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ബിറ്റുമിനൈസ്ഡ് അലുമിനിയം പെയിന്റ് വരുന്നുണ്ട്. അടിച്ചു കഴിഞ്ഞാൽ അലുമിനിയം കളറായിരിക്കും, അത് റിഫ്ലക്ഷൻ പെയിന്റ് ആണ്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ബിറ്റുമിൻ വെയിൽ കൊണ്ട് അത് വീണ്ടും അതിന് ബിറ്റുമിൻ കാണാൻ തുടങ്ങും. കുറെ കഴിയുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ അപ്പൊ പിന്നെ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യണം. അതിലും നല്ല ബെറ്റർ സ്ക്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആണ്. കോൺക്രീറ്റ് സ്ട്രീറ്റ് കോൺക്രീറ്റ് ഉദ്ദേശിച്ചത്. പിന്നെ അതിൽ വേറൊരു കാര്യം നമുക്ക് അടുത്തൊരു വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിന് ശേഷം ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കൂടുതലും ചെയ്തു വരുന്ന ഒരു വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ പോളിയൂറിത്തിൻ വാട്ടർ പ്രൂഫിംഗ്, PU ബേസ്ഡ് വാട്ടർ പ്രൂഫിംഗ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ പിന്നെ സിംഗിൾ ഫ്ലോർ വീടായാലും ഇനി ഡബിൾ ഫ്ലോർ വീടായാലും ടെറസ് ആയാലും ഇതിൽ നമ്മൾ ചൂട് എന്നൊരു പ്രശ്നം ഭയങ്കരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്ന കാര്യമാണ്. പിന്നെ ആ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് ക്രാക്ക് വീഴാനും സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പോളിയൂറിത്തിൻ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കളറിലാണ് വരിക. ഒരു 10% വരെ ചൂട് കുറയും. നന്നായി ചൂട് കുറയും. അല്ല, ഇത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ ചെയ്ത് പരീക്ഷിച്ചതാണ്. അതിന്റെ ടെമ്പറേച്ചർ ടെസ്റ്റ് ചെയ്താണ് ഞങ്ങൾ. പുറത്തൊരാളുടെ ആശാന്റെ തന്നെ തന്നെ പരീക്ഷിച്ചിട്ടുള്ളത്, പുറത്തൊരാളുടെ വീട്ടിലല്ല. അറിയാലോ, വൈറ്റ് സിമെന്റ് അടിച്ചിട്ട് 5% കുറഞ്ഞ ആൾക്കാർ എഞ്ചിനീയർമാരൊക്കെ ഉണ്ടാവും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ കളർ മാറുമ്പോൾ മാറും. അത് ഈ പോളിയൂറിത്തിൻ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കുറെ കാര്യങ്ങളുണ്ടായാലും ഒന്ന് ചൂട് കുറയും, 2 വാട്ടർ പ്രൂഫിംഗ് ആയിട്ട് വർക്ക് ചെയ്യും, 3 നമ്മൾ വൈറ്റ് സിമെന്റ് അടിക്കുന്ന ആ ഒരു ചെലവ് നമുക്ക് കുറഞ്ഞു കിട്ടും, 4ാമത്തെ കാര്യം പ്ലാസ്റ്റിക് ക്രാക്ക് വീഴും. ഇത്രയും ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. അതാണ് നമ്മൾ ഇപ്പൊ കൂടുതലും എല്ലാവരും യൂസ് ചെയ്ത് വരുന്ന സാധനം അതാണ്. സംബന്ധിച്ചിടത്തോളം അബ്രോഡൊക്കെ വർക്ക് ചെയ്തിട്ട് അത്ര എക്സ്പെർട്ട് ആയിട്ടുള്ള ആളാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റും. നന്ദി. താങ്ക് യു.